ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്, ചുവന്ന മുളക്. നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂണോളം വരുന്ന മല്ലിയില കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മല്ലിയില കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം കറിവേപ്പിലയും യൂസ് ചെയ്യാവുന്നതാണ്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് അടിച്ച് പതപ്പിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ പൊടികളും ഉപ്പും എല്ലാം ഈ മുട്ടയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിവിടെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 8 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ ബ്രെഡ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിതൊരു ഗ്ലാസ് വെച്ചിട്ട് റൗണ്ടിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്കിതൊരു അതിൻ്റെ സൈഡൊക്കെ കളഞ്ഞിട്ട് അങ്ങനെ ചതുരത്തിൽ മതിയെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പിൻ്റെ ഒരു വ്യത്യാസം വരുത്താം. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഇത് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. കറികളൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമായ ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ അത് ഇതേപോലെ ഞാൻ ബ്രെഡ് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ബട്ടർ കയ്യിലില്ലെങ്കിൽ ഇതിന് വരെ നെയ്യ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. വെളിച്ചെണ്ണ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. നെയ്യോ അല്ലെങ്കിൽ ഇതേപോലെ ബട്ടറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊന്ന് ചൂടായി ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ബ്രെഡിലേക്ക് മുട്ട മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ചീസാണ്, മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്, അതുകൂടെ വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത 1 പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതേപോലെ മുട്ടയിൽ മുക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ രാവിലെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ്. കറികളൊന്നും ഇല്ലാതെ ഇത് കഴിക്കാൻ പറ്റും. കറികളുടെ ആവശ്യമില്ല. നമ്മൾ ചീസൊക്കെ വെക്കുന്നതുകൊണ്ട് കറികളുടെ ആവശ്യമില്ല. ഇപ്പോൾ ചീസൊന്നും കയ്യിലില്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും മുട്ടയിൽ മുക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാവുന്നതാണ്. ഒരു ചായയോടൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇനി ഇത് 4 മണിക്ക് ചായക്ക് കഴിക്കാനാണെങ്കിലും നല്ല അടിപൊളിയാണ്. കുട്ടികൾ സ്കൂളിൽ വരുന്ന സമയത്തൊക്കെ കൊടുക്കാനാണെങ്കിലും നല്ല അടിപൊളിയാണ്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഐറ്റം കൂടിയാണ്. ഒരു ഭാഗം ആയി വരുമ്പോൾ നമുക്ക് പതുക്കെ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് ഭാഗവും ആയി വരുമ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ബ്രെഡും മുട്ടയും ഒക്കെ നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രമാണ്. ഇത് വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് നേരം വൈകി എണീക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.